ഏറ്റവും കാലിക പ്രാധാന്യമുള്ള വിഷയമാണ്. ഞങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്ന കേരളം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന്റെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് നമ്മുടെ ക്രീമായിട്ടുള്ള ചെറുപ്പക്കാർ മുഴുവൻ കേരളം വിടുകയാണ്. ഞാൻ സത്യത്തിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിച്ച സമയത്താണ് ശ്രദ്ധിച്ചത്. അതായത് ഒരു 70 മുതൽ 100 പേര് വരെയുള്ള ചെറുപ്പക്കാർ സ്ഥലത്തില്ല. അപ്പോൾ ഗൾഫിലല്ല, നോക്കി അതിന്റെ ഡീറ്റെയിൽസ് സ്റ്റഡി ചെയ്തപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്കല്ല, ജർമ്മനിയിലേക്കും ഓസ്ട്രേലിയയിലേക്കും കാനഡയിലേക്കും UK ഒക്കെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പോവുകയാണ്. പിന്നീടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചത്. ഇപ്പൊ പലരും ചെയ്യുന്നത് 35-40 ലക്ഷം രൂപ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ വീട് പണയം വെച്ച് ലോൺ എടുത്ത് അങ്ങോട്ട് പോവുകയാണ്, കാനഡയിലേക്ക്, ജർമ്മനിയിലേക്ക്. ഇപ്പൊ ജർമ്മനിയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡ്. കാനഡയിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. അപ്പൊ അവിടെ പോയി പഠിക്കുന്നത് കോഴ്സ് ഏതാണ്? അത് അവിടെ ജോലി സാധ്യതയുള്ള കോഴ്സാണോ? വിദേശത്ത് പോയി പഠിക്കുന്നതൊന്നും തെറ്റാണെന്നുള്ള അഭിപ്രായക്കാരനല്ല. പണ്ടുകാലത്ത് തന്നെ ആളുകൾ ഏറ്റവും ക്രീമായിട്ടുള്ള കുട്ടികളല്ലേ വിദേശത്ത് നല്ല സർവകലാശാലകൾ പോയി ഇനിയും പഠിക്കണം. ഇനി വരാണ്ടിരിക്കുന്ന നാളുകളിൽ ഏറ്റവും നല്ല ഇപ്പൊ കാനഡയിൽ പോകുന്ന കനേഡിയൻ നല്ല സർവകലാശാലകളുണ്ട് കാനഡയിൽ. അവിടെ പോയി പഠിക്കുന്നതിൽ എന്താ തെറ്റ്? അല്ലെങ്കിൽ ഓക്സ്ഫോർഡിൽ പോയി, സെയിന്റ് ആൻഡ്രൂസിൽ പോയി, കേംബ്രിഡ്ജിൽ പോയി, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പോയി, അമേരിക്കയിലെ ചില സർവകലാശാലകളിൽ പോയി പഠിക്കുന്നതുകൊണ്ട് എന്താ തെറ്റ്? അങ്ങനെ പഠിക്കണം. പക്ഷെ ഇപ്പോഴത്തെ അങ്ങനെ പഠിക്കാൻ പോകുന്ന അല്ലത്. ഇത് പഠിക്കാൻ പോകുന്നതല്ല, ഇത് ജോലി തേടി പോകുന്നതാണ്. അപ്പോൾ പഠിക്കുന്നതോടൊപ്പം ചെറിയ ജോലി ചെയ്ത് അതിന്റെ ചെലവ് നടക്കും എന്ന് വിചാരിച്ചു. ഇപ്പോൾ പല സ്ഥലത്തും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ലിയോണം ജസ്റ്റിനൊക്കെ നന്നായിട്ട് ആ കാര്യം അറിയാം. അതുകൊണ്ടാണ് അവർ ഇതുപോലത്തെ ഒരു പരിപാടി വെച്ചത്. അവരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അവർക്ക് അവിടെ ചെന്നപ്പോൾ റിയാലിറ്റി ബോധ്യപ്പെട്ടു, അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടു. അവിടെ പലർക്കും ജോലിയില്ല. ഇപ്പൊ ഞങ്ങളോടൊക്കെ വിളിക്കാറുണ്ട്, അവിടെയുള്ള മലയാളികളോടൊക്കെ വിളിച്ച്, വലിയ അവിടെ മലയാളി അസോസിയേഷനോടൊക്കെ വിളിച്ച്, ഇന്ത്യൻ അസോസിയേഷനോടൊക്കെ വിളിച്ച് ശുപാർശ ചെയ്യണം, ഒരു ജോലി ശരിയായി കൊടുക്കണം. പലർക്കും ജോലിയില്ല. ഉള്ളവർ തന്നെ നമ്മുടെ ഈ ആയമാരൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഓൾഡ് ഏജ് ഹോമിലൊക്കെ. അതൊന്നും ഒരു തെറ്റായ ജോലിയാണെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനത്തെ ജോലി തന്നെ അതുപോലെ കിട്ടാതായിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പാണോ? ആ സ്ഥിതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? എനിക്ക് തോന്നുന്നു പല സ്ഥലത്തും അതിന്റെ ഒരു അൾട്ടിമേറ്റ് ഒരു ഒരു എന്താ പറയുന്നത്, ഒരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് അത് എത്തി, ആ ജോലി സാധ്യതകളുടെ പല സ്ഥലത്തും. അപ്പൊ അത് ഇനി പോകുന്നവർക്ക് ഈ 40-50 ലക്ഷം രൂപ വീട് പണയപ്പെടുത്തി പോവുകയാണ് എന്നുള്ളൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ അങ്ങോട്ട് പോകുന്ന ആളുകളുടെ ജോലി കിട്ടിയ ആളുകൾ പോലും കേരളത്തിലേക്ക് പണം അയക്കുന്നില്ല. ഗൾഫിലേക്ക് കേരളത്തിന്റെ ഇക്കോണമിയെ പോലും ബാധിക്കുന്ന ഒരു തരത്തിലാണ്. അതായത് ഗൾഫിലേക്ക് പോയ ആളുകൾ കേരളത്തിലേക്ക് പണം അയക്കും, അവർ കേരളത്തിലേക്ക് വരും, തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു ബേക്കറിയെങ്കിലും തുടങ്ങി കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും. യൂറോപ്യൻ രാജ്യങ്ങളിൽ കുറെ കൂടി നല്ല വെൽഫെയർ മെഷേഴ്സ് ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വീടൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഡെറ്റാണ്, ആ പൈസയൊക്കെ അടച്ച് അവിടെ സെറ്റിൽ ചെയ്ത് അവിടുത്തെ വെൽഫെയർ ആക്ടിവിറ്റീസ് കുറെ കൂടെ ബെറ്റർ ആണ്. അവിടെ തുടരാനുള്ള ഒരു ടെൻഡൻസി അവിടെ കൊണ്ടു. പക്ഷെ ഇത് ഭാവിയിൽ കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഗൗരവതരമായി ബാധിക്കുകയും ക്രീമായിട്ടുള്ള ചെറുപ്പക്കാരും കേരളത്തിൽ ഇല്ല എന്നുള്ള സ്ഥിതി വരും. ഇറ്റലി, സ്പെയിനിനൊക്കെ പോലുള്ള രാജ്യങ്ങളെ പോലെ പ്രായമായവരുടെ സ്ഥലമായിട്ട് മാറണം. ഇപ്പൊ തന്നെ ബിൽഡേഴ്സ് എല്ലാം കേരളത്തിൽ പ്ലാൻ ചെയ്ത് ഓൾഡ് ഏജ് ഹോമിനും കമ്മ്യൂണിറ്റി ലിവിങ്ങിനും ഒക്കെ പറ്റിയുള്ള പുതിയ മോഡൽ ബിൽഡിങ്ങിനെ കുറിച്ചൊക്കെ ആലോചിച്ചു തുടങ്ങി. ഫ്ലാറ്റുകളും മറ്റു വില്ലകളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അത്രയും സ്ഥലങ്ങളെ കുറിച്ച് ആലോചിച്ചു തുടങ്ങി. അപ്പൊ കേരളത്തിൽ ഗണ്യമായ ഒരു രീതിയിൽ വരും. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ബാധിക്കും, നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ ശ്രദ്ധിക്കുന്നത്? അവിടെ എന്താണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു പഠനം നടത്തണം. ആദ്യം ഈ പോകുന്ന കുട്ടികൾ എങ്ങനെയാണ് അവർ അവിടെ അക്കോമഡേറ്റ് ചെയ്യപ്പെടുന്നത്, അവരെങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, എന്താണ് അവരുടെ സ്ഥിതി എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു പഠനം നടത്തണം. എത്ര പെർസെൻറ്റേജ് പേര് പ്രോപ്പറായിട്ട് അക്കോമഡേഷൻ കിട്ടുന്നുണ്ട്? നമ്മളിപ്പോ ഇവിടുന്ന് പോയി അവിടെ പോയി പഠിച്ച് അവിടെ നല്ല ജോലി കിട്ടി നല്ല നിലയിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അയ്യോ കേരളം വിട്ടു പോകരുത്, നിങ്ങൾ അവിടെ നിന്ന് പോരണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എത്ര പെർസെൻറ്റേജ് ആളുകളെ അവിടെ അവരെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്? ഫ്യൂച്ചറിൽ എന്താണ് ഈ തൊഴിലിന്റെ കാര്യം എന്ന് പറയുന്നത്? ഇപ്പോൾ കോവിഡിന് മുമ്പുണ്ടായിരുന്ന തൊഴിലിന്റെ നേച്ചറും കോവിഡിന് ശേഷമുള്ള തൊഴിലിന്റെ നേച്ചറും മാറി. ലോകം വളരെ വേഗത്തിൽ നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന കാലത്ത് തൊഴിലിന്റെ നേച്ചർ പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ അവിടെ നിന്ന് ആളുകൾ തിരിച്ചു പോരാൻ തുടങ്ങും എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അസസ്മെന്റ്, എൻ്റെ ഒരു അറിവ്. തിരിച്ചു പോരുന്ന ആളുകളെ നമുക്ക് ഇവിടെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? അവരെ നമ്മൾ സ്കിൽ കൊടുത്ത് അല്ലെങ്കിൽ റീസ്കില്ലിൽ കൊടുത്ത്
നമുക്കുള്ള നമ്മുടെ രാജ്യത്തുള്ള തൊഴിൽ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി എങ്ങനെ അവരെ ഇവിടെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് കൂടി ഗൗരവമായിട്ട് ആലോചിക്കണം. ഇതിനേക്കാളെല്ലാം ഞാനടക്കമുള്ള ആളുകൾ കുറ്റവാളികളാണ്. ഏറ്റവും നല്ല പഠന സംവിധാനം കേരളത്തിൽ ഒരുക്കണം. ഏറ്റവും നല്ല വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റണം. കേരളത്തിന് പുറത്തു നിന്നും രാജ്യത്തിന് പുറത്തു നിന്നും വിദ്യാർത്ഥികൾ, ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ നല്ല ക്ലൈമറ്റാണ്, ഇവിടെ വന്ന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. പുറത്തിറങ്ങുന്ന ആളുകളെ അവരുടെ ജോബ് ഓറിയന്റഡ് ആയിട്ട് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയാവുന്ന, തൊഴിൽപരമായി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാവുന്ന സംവിധാനങ്ങൾ നമുക്ക് കൊണ്ടുവരണം. നമ്മുടെ സംസ്ഥാനത്ത് അതിനുള്ള സാധ്യതകൾ ഏതെല്ലാമാണ്? സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ട് നമുക്ക് സംസാരിച്ച് അവിടെ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും? രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ വിവിധ കോർപ്പറേറ്റ് കമ്പനികൾ ഉൾപ്പെടെയുള്ള മാനേജ്മെന്റ് എക്സ്പേർട്ടുകളുമായി നമ്മൾ ചർച്ച ചെയ്ത് അപ്പൊ അവർക്ക് തന്നെ ആവശ്യമായ ആളുകളെ ഇവിടെ പരിശീലിപ്പിച്ച്, ഇപ്പൊ നമ്മുടെ ITIകൾ, നമ്മുടെ പോളിടെക്നിക്കുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, അവിടെയെല്ലാം ഈ പുതിയ തൊഴിൽ സാധ്യത അനുസരിച്ചുള്ള ജോബിന്റെ നേച്ചർ അനുസരിച്ചുള്ള കോഴ്സുകൾ, നമ്മൾ ന്യൂ ജനറേഷൻ കോഴ്സുകൾ ആരംഭിച്ച്, അങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞാൽ അവിടെ പഠിക്കുന്ന കുട്ടികളെ ഈ പറയുന്ന സ്ഥാപനങ്ങൾ ഉറപ്പായി അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് കൂടി, ഒരു അഷുറൻസ് കൂടി കിട്ടാൻ കഴിയാവുന്ന തരത്തിൽ ഒരു വലിയ സ്റ്റഡി ഫസ്റ്റ് ഓഫ് ഓൾ നടത്തണം എന്നാണ് എൻ്റെ ഇത്. അത് ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്ത് ചെയ്യണം. ഞങ്ങൾ ഇതിനെക്കുറിച്ച്, ഇപ്പൊ നിങ്ങൾ ഈ യോഗത്തിൽ വിളിച്ചുകൊണ്ട് പറയുന്നതല്ല, ഒരു നല്ല ടീമിനെ വെച്ച് ഇത് റിസർച്ച് ചെയ്യുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലെല്ലാം, വലിയ സ്ഥാപനങ്ങളിലെല്ലാം, വലിയ ഉയർന്ന നിലയിലുണ്ടായിരുന്ന വലിയ പ്രശസ്തരായിട്ടുള്ള ആളുകൾ, എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിസർച്ച് നടത്തുന്നുണ്ട്. ഒരു 1-2 മാസത്തിനുള്ളിൽ ആ റിസർച്ചിന്റെ ഒരു ഔട്ട്കം വരും. അതുകൂടി ഞങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പാകെ സമർപ്പിച്ച്, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി വഴിയാധാരാക്കാൻ പറ്റില്ല. അവരവിടെ പോയി തിരിച്ചു വരികയും വലിയ കടക്കണിയിൽപ്പെട്ട് നാട്ടിൽ ജീവിക്കുകയും ചെയ്യേണ്ട ഒരു സ്ഥിതി ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഈ ഭയങ്കര തട്ടിപ്പാണ് ഇതിന്റെ പേരിൽ നടക്കുന്നത്. ഈ കൊണ്ടുപോകുന്നതിന്റെ പേരിൽ വലിയ തട്ടിപ്പുകൾ നടക്കുന്നത്. നല്ല സ്ഥാപനങ്ങൾ ഉണ്ടാകാം, ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, നല്ല രീതിയിൽ നടക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ നടക്കുന്ന സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി അവരെ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ചില ഏജൻസികൾ, അത് പണ്ട് ഗൾഫിലേക്കുള്ള ബൂം ഉണ്ടായ കാലത്തും അതുപോലത്തെ തട്ടിപ്പ് ഏജൻസികൾ ഉണ്ടായിരുന്നു, വിസ തട്ടിപ്പുകൾ ഏജൻസി ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അതിനെക്കുറിച്ച് ഗവൺമെന്റ് കുറെ കൂടി ജാഗ്രത അത് പാലിക്കണം. അതിനൊരു മിനിമം ഒരു ക്വാളിഫിക്കേഷനും മിനിമം ചില എലിജിബിലിറ്റീസും, ഇതുപോലത്തെ സംവിധാനങ്ങൾ തുടങ്ങുന്നവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എന്താണ് അവർ കൊടുക്കുന്ന ഉറപ്പ്, അവർ ഏത് രീതിയിലാണ് ഇവിടെ നിന്ന് കുട്ടികളെ കൊണ്ടുപോകുന്നത് എന്നുകൂടി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ടാക്കണം. അപ്പൊ എലാബറേറ്റ് ആയിട്ടുള്ള ഒരു 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 കുറെ കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം ആ മേഖലകളിൽ ഇവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ, വിദേശത്ത് പോയാൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ. ഇപ്പൊ എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ജർമ്മനിയിലേക്കാണ്. ഇപ്പൊ ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളം മുഴുവൻ തുടങ്ങുകയാണ്. അതായത് നഗരങ്ങളിൽ മാത്രമല്ല, സബർബ്സിൽ വരെ. ഇപ്പൊ എന്റെ നിയോജകമണ്ഡലത്തിൽ 2 ജർമ്മൻ ഭാഷ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തു. എന്ന് പറഞ്ഞാൽ അപ്പൊ കംപ്ലീറ്റ് പഠിക്കുകയാണ്. പഠിച്ച പിള്ളേരെല്ലാം അങ്ങോട്ട് പോകാൻ വേണ്ടി നോക്കുവാണ്. അപ്പോൾ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ അവരുടെ സ്ഥിതി എന്താണ്? ഒരു വ്യാപകമായ ഒരു നല്ല പ്രചരണം. അപ്പോൾ കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളം മുഴുവൻ നെറ്റ്വർക്കുകളാണ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത്. മറ്റു കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോകുന്നത് ഇല്ല എന്നല്ല പറഞ്ഞു, ഏറ്റവും കൂടുതൽ പോകുന്നത്. കാരണം നേരത്തെ തന്നെ യൂറോപ്പിലും ഒക്കെ വേരുകളുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി ഗൾഫിലാണ് വേരുകളുള്ളത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കാണ് യൂറോപ്പിൽ നേരത്തെ വേരുകളുള്ളത്. അപ്പൊ പല കുടുംബങ്ങളും അവിടേക്ക് ചെന്ന്, യൂറോപ്പിലേക്ക് ചെന്ന് രക്ഷപ്പെട്ടതിന്റെ ഒരു ഇതും ചോദിച്ചു. ഞാൻ എൻ്റെ ഒരു അസസ്മെന്റ് പറഞ്ഞാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് തിരുത്തി തന്നെ. അപ്പൊ അത് ഞാൻ പറഞ്ഞത്, അപ്പൊ കത്തോലിക്ക കോൺഗ്രസിനും നിങ്ങളുടെ യൂത്ത് കൗൺസിലിനും ഇതിനകത്ത് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് ഇപ്പൊ പള്ളികളിലൊക്കെ വഴി ഉള്ള ഒരു ക്യാമ്പയിൻ നമ്മൾ ചെയ്യണം. സൂക്ഷിക്കണം, ഇത്ര മാത്രം അപകടങ്ങൾ പതിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൂടി പരിശോധിച്ചിട്ട് വേണം നിങ്ങൾ പോകണമോ വേണ്ടേ എന്നുള്ള തീരുമാനം എടുക്കാൻ. പോകണം എന്നുള്ള തീരുമാനം എടുത്താൽ അവിടെ പോയാൽ നല്ല സ്ഥാപനത്തിലാണ് പഠിക്കുന്നത്, അവിടെ ജോലി കിട്ടും, ഈ കോഴ്സ് കഴിഞ്ഞാലും അവിടെ അക്കോമഡേഷൻ കിട്ടും എന്നെല്ലാം ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ട് വേണം പോകാൻ. ഇതാണ് അവിടെയെല്ലാം ഈ രാജ്യങ്ങളിൽ, കാനഡയിലെ സ്ഥിതി ഇതാണ്, ഓസ്ട്രേലിയയിലെ സ്ഥിതി ഇതാണ്, ബാക്കിയുള്ള രാജ്യങ്ങളിൽ ജർമ്മനിയിലെ സ്ഥിതി ഇതാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് ചെറുപ്പക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. എന്തായാലും ഇതൊരു നല്ല ഇനിഷ്യേറ്റീവാണ്. ഞാൻ ഇതിനെ പ്രത്യേകമായി ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഏത് ഘട്ടങ്ങളിലും
നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ കൂടി ഞങ്ങളുമായിട്ട് കൂടി ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ റിസർച്ച് ടീം ഉണ്ടാക്കുന്ന ഒരു ഔട്ട്കം അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നിങ്ങളുമായിട്ട് കൂടി തീർച്ചയായിട്ടും സംസാരിക്കും. കാരണം നിങ്ങളാണ് ഇതിലൊരു നല്ല തുടക്കം കുറിച്ചിരിക്കുന്നത്. എനിക്കിതിനെക്കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ നിയമസഭയിൽ ഈ വിഷയം ഗൗരവത്തോടു കൂടി ഒരു അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവന്ന് ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്തത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരുന്നില്ല ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അവരതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡിയോ മറ്റു കാര്യങ്ങളോ ഗവൺമെന്റിന്റെ ഏജൻസികളോ ഒന്നും ഇന്ത്യ ഗവൺമെന്റ് നടത്തിയിട്ടില്ല, കേരള ഗവൺമെന്റ് നടത്തിയിട്ടില്ല. പിന്നെ കേരളത്തിൽ നിന്ന് മാത്രമല്ല മൈഗ്രേഷൻ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ മൈഗ്രേഷൻ വലിയ തോതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നാഷണൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഇക്കാര്യത്തിൽ കുറെ കൂടി വിജിലന്റായി എന്താണ് നടക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് അറിയണം. ഞാൻ നിങ്ങൾ എല്ലാവരെയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു വെബിനാർ കഴിയുമ്പോൾ ഒരു ഡോക്യുമെന്റ് നിങ്ങൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു അജണ്ട നമ്മൾ ഫിക്സ് ചെയ്യണം. ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളിലാണ് നമുക്കൊരു വേ ഔട്ട് കണ്ടെത്തേണ്ടത്, ഏതെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ ഒരു ക്യാമ്പയിൻ, ഒരു അവയർനെസ് പ്രോഗ്രാം നടത്തേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ധാരണ നമുക്കുണ്ടാകും. തീർച്ചയായിട്ടും ആ വഴിക്ക് പോട്ടെ. എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. താങ്ക് യു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് ഞങ്ങൾക്കൊരു സജഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഇനിയുള്ള നമുക്ക് ചിന്തിക്കാനുള്ളത് ഒരു ഫ്യൂച്ചറിനെ കുറിച്ചാണ്. അത് നമ്മൾ ചിന്തിക്കണം, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം, അതിനുള്ള ഡോക്യുമെന്റേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. പക്ഷെ തിരിച്ചു വരാൻ പോകുന്ന ആൾക്കാർ മിനിമം ഒരു 10-15 ലക്ഷമോ കടം വരുത്തി വെച്ച് തിരിച്ച് നാട്ടിൽ എത്തുന്ന യുവാക്കൾക്ക് അവർക്ക് വേണ്ടി ഇപ്പോൾ നമുക്കിപ്പോ ജോബ് ഓപ്പർച്യൂണിറ്റീസിനായിട്ടുള്ള പല സാധ്യതകളുണ്ടല്ലോ. അപ്പോൾ നോർക്ക അതുപോലെ പലരും അതിലെ ഈ ഒരാൾ ക്രൈറ്റീരിയയിൽ വരുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക കൺസിഡറേഷൻ വേണം. ബാക്കിയുള്ളവർ ഇപ്പൊ പോവാൻ നിൽക്കുന്നവരും അല്ലെങ്കിൽ ജോലി തേടുന്നവരും എന്നുള്ള, പക്ഷെ ഒരു 15 ലക്ഷം 10 ലക്ഷത്തിൽ മുകളിൽ ബാധ്യതയുള്ള ഒരു വ്യക്തിക്ക് വരാൻ പോകുന്ന മാനസിക സംഘർഷങ്ങളായാലും ഡിപ്രഷൻ ആയാലും ഒരുപാട് നമ്മൾ അവരെ പ്രത്യേക രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യണം. അതിന് വേണ്ട രീതിയിൽ നിയമസഭയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു സജഷൻ മാതിരി പറയുകയാണ്. ഒരു സബ്മിഷൻ മാതിരി വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് സഹായിക്കണം. കാരണം അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യേണ്ടത്. ഒരു പ്രത്യേക രീതിയിലുള്ള രജിസ്ട്രേഷനോ നോക്കിയിൽ ഇവർക്ക് ഇപ്പൊ ഓൾറെഡി വിദേശത്തെ ജോലി എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ്. അപ്പൊ അവർക്ക് ജോലി സാധ്യത കൂടുതലുമാണ്. പക്ഷെ അതിനുള്ള ഒരു മാർഗം നമുക്ക് കണ്ടുപിടിക്കാൻ അതിനൊരു എന്താ ഒരു പ്രത്യേക രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സഹായിക്കണം. താങ്ക് യു. ലിയോൺ പറഞ്ഞത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതിൻ്റെ അകത്ത് ഈ 10 ലക്ഷം 15 ലക്ഷം ഒന്നും അല്ല. മിക്കവാറും പേര് വീട് പണയപ്പെടുത്തിയാണ് പോകുന്നത്. സ്വന്തം വീട്, ഒരു ചിലപ്പോൾ അവരുടെ മുൻ തലമുറ, അതിന് മുമ്പുള്ള തലമുറ അവരുടെ കഠിനാധ്വാനം കൊണ്ട് സമ്പാദിച്ച വീടും പുരയിടവും പണയപ്പെടുത്തി തിരിച്ചുപോയി ഒന്നുമില്ലാതെ തിരിച്ചു വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യം. എത്ര പേര്, ലിയോൺ പറഞ്ഞൊരു പോയിന്റ് എനിക്ക് തോന്നുന്നതാണ്, എത്ര പേര് തിരിച്ചു വരുന്നുണ്ടെന്നതിന്റെ കണക്കെങ്കിലും വേണം. അത് ഏതെങ്കിലും ഒരു ഔദ്യോഗിക ബോഡിയിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാനും ആ പോയിന്റ് സ്ട്രൈക്ക് ചെയ്തത്. ഒരു രജിസ്ട്രേഷൻ സംവിധാനം നോർക്ക തന്നെ എന്തെങ്കിലും ഒരു പ്രത്യേക വിങ് ആയിട്ട്, ഇപ്പൊ പ്രവാസികളെ കുറിച്ചുള്ള രജിസ്ട്രേഷൻ ഉള്ളതുപോലെ ഈ പഠിക്കാൻ പോയിട്ട് തിരിച്ച് കൈമ വീശി വരുന്ന ആളുകളുടെ എത്ര പേരുണ്ട്, അവരുടെ പൊസിഷൻ എന്താണ്, എത്ര രൂപയുടെ ബാധ്യത അവർക്കുണ്ട്, എന്ത് ബാധ്യതയാണ്, ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാക്കി അവരുടെ രജിസ്ട്രേഷൻ നമുക്ക് ഓൺലൈനായിട്ടോ അവിടെ പോയി തിരുവനന്തപുരത്തൊന്നും പോയി ചെയ്യേണ്ടല്ലോ, അപ്പോൾ ഓൺലൈനായിട്ട് ഒരു രജിസ്ട്രേഷൻ നടത്താൻ പറ്റാവുന്ന, അത് വെരിഫൈ ചെയ്യാൻ, അത് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൂടി ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് എത്ര പേരുണ്ടെന്ന് കണക്കാക്കി ഏതെല്ലാം കാര്യങ്ങളിലാണ് അവർക്ക് സ്കില്ലുള്ളത്, ആ സ്കില്ല് വെച്ച് നമുക്ക് അവരെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരെ റീസ്കിൽ ചെയ്യേണ്ടി വരുമോ, ഒരു റീഹാബിലിറ്റേഷൻ പ്രോസസ്സിനെ കുറിച്ച് ഗൗരവമായിട്ട് നമുക്ക് ആലോചിക്കാം. ഈ തിരിച്ചു വരുന്ന ആളുകളുടെ ഒരു രജിസ്ട്രേഷനും അവരുടെ ഡീറ്റെയിൽസും എടുക്കാൻ വേണ്ടി നോർക്കയുടെ ആഭിമുഖ്യത്തിൽ ഒരു സംവിധാനം ഏർപ്പെടുത്തണം എന്നുള്ള കാര്യം അടുത്ത നിയമസഭയിൽ തന്നെ തീർച്ചയായിട്ടും ഞാൻ കത്തോലിക്ക കോൺഗ്രസിന്റെ യൂത്ത് കൗൺസിൽ വെച്ച സജഷനായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ നിങ്ങളുടെ ഈ സംഘടനയുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ ഈ ആവശ്യം ഉന്നയിക്കും എന്ന് വാക്കരുത്. താങ്ക് യു സാറേ. നമുക്കറിയാം ഈ പ്രോഗ്രാം ലൈവായിട്ട് കാണുന്നുണ്ട്, അതുപോലെ മീഡിയയിലൂടെ ലൈവായിട്ട് പോകുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്ലോബൽ കോർഡിനേറ്റർ ചോദിച്ചത്. അതുപോലെ തന്നെ അത്യാവശ്യം ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് അത് കഴിഞ്ഞ് വേറെ പ്രോഗ്രാമിന് പോകേണ്ടതുണ്ട്. നിയമസഭയുടെ അകത്തായാലും പുറത്തായാലും ഏതൊരു വേദിയിൽ കൃത്യമായൊരു വിഷയം
പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. മഹാനായ നേതാവിന് പ്രത്യേകമായിട്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ പേരിൽ അഭിവാദ്യം അർപ്പിക്കുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് 2-3 പേരെങ്കിലും ചോദിച്ച് നമുക്ക് ഉദ്ഘാടന പ്രസംഗത്തിനായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പിതാവ് ജോയിൻ ചെയ്തിട്ടുണ്ട്. പിതാവിനെ വിളിക്കേണ്ടതുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും പ്രതിപക്ഷ നേതാവിനോട്, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് സാർ. ഞാൻ തീർച്ചയായും. ജർമ്മനിയിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ കോർഡിനേറ്ററാണ്. സാർ ആദ്യം പറഞ്ഞ പോലെ തന്നെ ജർമ്മനിയിലേക്ക് ഒരുപാട് കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരുപാട് യുവാക്കൾ വരുന്നുണ്ട്. ഇപ്പോൾ കൂടുതലും നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ജർമ്മൻ ഗവൺമെൻറ് സ്റ്റൈഫൻഡ് കൊടുക്കുന്നതുകൊണ്ടാണ് കൂടുതൽ കുട്ടികൾ +2 കഴിഞ്ഞ് വരുന്നത്. സാർ, ഇതിൻ്റെ അകത്ത് ഞങ്ങളിവിടെ കാണുന്നത് ഒരുപാട് തട്ടിപ്പുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നതുകൊണ്ട് ഞങ്ങളെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യും എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ. സാർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാട്ടിലൊരു കൺട്രോൾ വരുവാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ജോളി സാറിന് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കും. സാർ ഒരു 10-40 വർഷമായിട്ട് ഇവിടെ ഉള്ള ആളാണ്. അപ്പം ഞങ്ങളിത് ആഴ്ചയിൽ 2-3 കോളെങ്കിലും വരാറുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ആ പോയിന്റ് മെൻഷൻ ചെയ്തു. ഈ ആളുകളെ മുഴുവൻ തട്ടിപ്പുകാർ പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജർമ്മനി കമ്പാരിറ്റീവ്ലി അദ്ദേഹം പറഞ്ഞതുപോലെ ലെസ് എക്സ്പെൻസീവ് ആണ്. മറ്റുള്ള സ്ഥലങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പഠിക്കാനുള്ള ഇതിൻ്റെ എക്സ്പെൻസ് വളരെ കുറവാണ്. ഒരുപാട് ഫ്രീ ആയിട്ടുള്ള പഠന സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്ന സ്ഥലമാണ്. ഞാൻ തന്നെ തിരുവനന്തപുരത്തെ ജർമ്മൻ കോൺസുലേറ്റുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. അവിടുത്തെ പരിപാടികളിൽ സ്ഥിരം പോകുന്നതാണ്. അവരും ഇവിടുന്ന് കുട്ടികൾ പോകുന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളാണ്. ജർമ്മൻ ഗവൺമെന്റിന്റെ പോളിസി അതാണ്. അവിടെ ജർമ്മൻ കോൺസുലേറ്റായിട്ട് വരുന്നവരുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ്. പക്ഷെ ഉള്ള പ്രശ്നം അദ്ദേഹം പറഞ്ഞതുപോലെ കബളിപ്പിക്കപ്പെടുന്നുണ്ട് കുട്ടിയെ. അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ കൊണ്ടുപോകുന്ന ഏജൻസികളുടെ ഒരു ഇന്റഗ്രിറ്റി എന്താണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരെന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഗൗരവമായിട്ടുള്ള ഒരു സംവിധാനം കൂടി. ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒരു മേജർ പോയിന്റ് അതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പാവങ്ങൾ കബളിപ്പിക്കപ്പെടരുത്. ഇതെല്ലാം ലോവർ മിഡിൽ ക്ലാസ്സിലും ഒക്കെ ഇട്ട കുട്ടികളാണ് പോകുന്നത്. ജീവിത സമ്പാദ്യം വേറെ ഉണ്ടാവും, ബ്രദേഴ്സ് ഉണ്ടാവും, സിസ്റ്റേഴ്സ് ഉണ്ടാവും. ഇയാൾ പോയിട്ട് വേണം അവരൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരെ അങ്ങോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത്, സതുദ്ദേശത്തിലാണ് പോകുന്നത്. അവസാനം ഒന്നുമില്ലാതെ ബാക്കി തിരിച്ചു വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം കൂടി ഉണ്ടാക്കണം എന്ന് കൂടി ഉറപ്പായിട്ട് നമുക്ക് ഡിമാൻഡ് ചെയ്യാം. തീർച്ചയായിട്ടും മെയിൻ പോയിന്റ് ആണ്. താങ്ക് യു. ഹലോ, ഇത് ജിൻസൺ ആയിരുന്നു ഓസ്ട്രേലിയയിൽ നിന്ന്. നമസ്കാരം. കേൾക്കാവോ? കേൾക്കാം. ഓക്കെ, എനിക്ക് ജസ്റ്റ് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഇപ്പം ഒരു മൈഗ്രേഷൻ ഒരു ഏജൻസി നടത്തണമെങ്കിൽ അത് കൃത്യമായിട്ട് ഒരു മൈഗ്രേഷൻ ലോ പഠിക്കുകയും ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ നാട്ടില് ആർക്കും ഏജൻസികൾ തുടങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ തട്ടിപ്പുകൾ ഒത്തിരി വരുന്നതും. അല്ലെ, ഒരാളുടെ പേരിൽ തന്നെ പല ഏജൻസികൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള നിയമ സംവിധാനങ്ങൾ എന്തെങ്കിലും ചെയ്യാനുള്ള ഓപ്ഷൻസ് കേരളത്തിലുണ്ടോ? ജിൻസൺ ഒരു കാര്യം ചെയ്യണം. ജിൻസൺ എനിക്ക് ഒരു ഹെൽപ്പ് വേണം. ഓസ്ട്രേലിയയിൽ ഒരു ഇങ്ങനെ ഈ മൈഗ്രേഷൻ നടത്താൻ പറ്റിയുള്ള ഏജൻസിക്ക് വേണ്ട എലിജിബിലിറ്റി എന്തൊക്കെയാണ്, അവിടുത്തെ നിയമം എന്താണ്, അതിൻ്റെ റെഗുലേഷൻസ് എന്താണ്, റൂൾസ് എന്താണ്, അതൊന്ന് എനിക്കൊന്ന് അയച്ചു തരണം. അപ്പൊ നമ്മളത് പഠിക്കണം. നമ്മളത് പഠിച്ചിട്ട് നമ്മുടെ MP-മാരെ കൊണ്ട് നമുക്ക് നമ്മുടെ പാർലമെന്റിൽ ഈ വിഷയം നമുക്ക് ഉന്നയിപ്പിക്കാം. എന്നിട്ടൊരു റെഗുലേഷൻ ഉണ്ടാക്കണം. അതായത് ഈ ആർക്കും വന്ന് ഏജൻസി തുടങ്ങാം എന്നുള്ള സ്ഥിതി കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല, ഇന്ത്യയിൽ ഉണ്ടാവാൻ പാടില്ല, രാജ്യത്ത് ഒരിടത്തും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വളരെ ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധാനം, ഒരു മെക്കാനിസം ഉണ്ടാക്കണം. ഇത് ഒന്ന് എനിക്കൊന്ന് അയച്ചു തന്നപ്പോൾ ഞാൻ ബാക്കിയുള്ള സ്ഥലത്തെയും ഞാനൊന്ന് അന്വേഷിച്ചോളാം. ഉറപ്പായിട്ട് നമുക്കത് നല്ലൊരു ഐഡിയ ആണ്. അപ്പൊ ഈ ബോഗസ് ഫേക്ക് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ മുഴുവൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഗവൺമെന്റിനും ഗവൺമെന്റിന്റെ ഏജൻസികൾക്കും കഴിയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു റെഗുലേഷൻ ഉണ്ടാവണം. ആ റെഗുലേഷൻ അതിൻ്റെ അകത്തെ പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ലൈസൻസോടുകൂടി ഇത് പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു സംവിധാനം വേണം. ഇപ്പോൾ ഒരു ലൈസൻസും വേണ്ട, ഒന്നും വേണ്ട, ആർക്കും തുടങ്ങാവുന്ന സ്ഥിതിയാണുള്ളത്. അത് നമുക്ക് മാറ്റണം. തീർച്ചയായിട്ടും അത് നമുക്ക് ശ്രദ്ധിക്കാവേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്റെ തന്നെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാൻ. 2011 അല്ലെങ്കിൽ 10-11 വർഷത്തിലാണ് ഞാൻ പുറത്തോട്ട് പോരാൻ വേണ്ടി നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ശ്രമിച്ചത്. അന്ന് ഞാൻ എറണാകുളത്തുള്ള ഒരു വളരെ അറിയപ്പെടുന്ന ഒരു ഏജൻസി, ഞാൻ ഏതൊന്നും പേര് പറയുന്നില്ല, ഇന്നും വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു ഏജൻസിയാണ്.
അപ്പൊ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് അവർ പറഞ്ഞിരുന്ന കാനഡയിലെ ഒരു കോളേജിന്റെ പേരാണ് പറഞ്ഞിരുന്നത്. അപ്പൊ എൻ്റെ ഒരു കസിൻ അമേരിക്കയിലുണ്ടായിരുന്നു. ഞാൻ അന്നേരം വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ഒരു കോളേജിൽ കോഴ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അന്ന് ഞാൻ എനിക്കൊന്ന് എത്ര 5,000 രൂപയോ അല്ലെങ്കിൽ 3,000 രൂപ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ഫീസും കണ്ടന്ന് കൊടുത്തിരുന്നത്. പക്ഷെ അന്ന് ആ കാശ് ഉൾപ്പെടെ അന്ന് പോകുകയാണ് ചെയ്തത്. ഞാൻ പിന്നെ അതിന്റെ പുറകെ പോയില്ല. പക്ഷെ അങ്ങനെയാണ് ആൾക്കാർ ചെയ്യുന്നത്. മറ്റൊരു കോഴ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെയാണ് ആൾക്കാരെ പരമാവധി ആൾക്കാരെ ഇപ്പൊ ഈ രജിസ്ട്രേഷൻ ഫീസ് കബളിപ്പിക്കപ്പെടുന്നുണ്ട്, തന്നെ അവർ ഒരുപാട് പേര് ചെയ്യുന്നത്. കബളിപ്പിക്കപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും. അത് അത് നമുക്കത് പലരിൽ നിന്ന് അഡ്രസ് ചെയ്യണം. വരുമ്പോഴത്തേക്കും ഭീമമായ തുകയാണത്. അഡ്രസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണത്. ഞാൻ സംസാരത്തിൽ അന്ന് മെൻഷൻ ചെയ്തിരുന്നു, ഞാൻ സംസാരിച്ചപ്പോൾ തട്ടിപ്പ് സംഘങ്ങൾ എന്തെന്ന്. നമ്മുടെ അടുത്ത് വരുമല്ലോ ഒരുപാട് പേര് പൈസ കൊടുത്തിട്ട് നഷ്ടപ്പെട്ടിട്ട് പോകാൻ പറ്റാതെയും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പറയും, നമ്മുടെ നാട്ടിലെ പാരലൽ കോളേജ് പോലും നന്നായി പ്രവർത്തിക്കുന്നതാണ്. ഒരു നിലവാരമില്ലാത്ത സ്ഥാപനങ്ങളുണ്ട് ഈ കാനഡ പ്രത്യേകിച്ച്.